രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മണ്ഡലത്തിലേക്ക് അഭയം തേടി പോയിരിക്കും. ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, പതാക കണ്ടപ്പോൾ പാകിസ്ഥാനാണെന്ന് തോന്നിയത്. ഷാനി പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടിട്ടുണ്ടോ? ഷാനി, ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഉപയോഗിച്ച പതാക തന്നെയാണ് അത്. നോർത്ത് ഇന്ത്യക്കാരന് കണ്ടാൽ ഇന്നും അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാരതം വിഭജിച്ച പ്രസ്ഥാനം, സഹോദരങ്ങൾ, അവരുടെ അമ്മ, അച്ഛൻ, അവരൊക്കെയാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഇന്നും വിഭജനത്തിന്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി ചുരുങ്ങിപ്പോയത്. 2 ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ച ഭാരതീയ ജനതാ പാർട്ടി എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു എന്ന മട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ, ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ലീഗിന്റെയോ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അനുമതി വേണോ? നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ് അനുമതി തരാൻ? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഭാരതീയ ജനതാ പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക? എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് സംവദിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ ഇത്രകാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ആശങ്കയല്ലേ ഇതിന്റെ പിന്നിൽ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപം കൊള്ളുന്നതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന RSS ഉണ്ടാകുന്നതിന് മുൻപും ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഏറ്റവും അവസാനമാണല്ലോ അങ്ങ് ഗോദ്രെ എണ്ണിയത്. വളരെ സന്തോഷമുണ്ട്. അതിനുശേഷം എന്തായാലും ഈ രാജ്യത്ത് വർഗീയ കലാപം നടന്നിട്ടില്ല എന്ന് പറയാൻ അങ്ങ് കാണിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ആശങ്ക? ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ റംസാൻ ദിനങ്ങളിൽ ആയുധവുമായിട്ട് BJP-ക്കാര് നിങ്ങളുടെ തലയടിച്ച് പൊളിക്കാനല്ലല്ലോ വരുന്നത്. സംവാദത്തിനും സ്നേഹ സന്ദർശനത്തിനും അല്ലേ വരുന്നത്. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഒരു സംശയത്തിന് താങ്കൾ മറുപടി നൽകണം. അങ്ങനെയല്ലേ എന്ന് താങ്കൾ ചോദിച്ചു. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ശ്രീ സന്ദീപ് വാചസ്പതി? ഇതുവരെ BJP എവിടെയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ഈ അകൽച്ച അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു, സൗഹൃദം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ ആദ്യമായാണല്ലോ ഈദ് മുബാറക്ക് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇതുവരെ എന്തുകൊണ്ട് നിങ്ങൾ അത് പോയില്ല? ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമായി അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്താ? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ പോകും ഷാനി. അത് ചോദിക്കാൻ നിങ്ങൾ അപ്പോ ഷാനി പറഞ്ഞല്ലോ ഇന്നലെ വരെ ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൂടെ പറയും. ഷാനിക്കാണല്ലോ ആശങ്ക. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്നലെ വരെ ഞങ്ങൾ എന്തു ചെയ്തു എന്നും ഇന്ന് എന്ത് ചെയ്യുന്നു എന്നും നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഷാനി, എങ്ങനെയാണ് അകൽച്ച ഉണ്ടായത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 947-ൽ ഈ രാജ്യത്ത് 2ആയി വിഭജിക്കപ്പെട്ടത് BJP ഉണ്ടായതുകൊണ്ടായിരുന്നോ? അതിനു മുൻപ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായത് BJP-യും RSS ഉണ്ടായിട്ടാണോ? അതും കൂടെ പറഞ്ഞു തരട്ടെ നിങ്ങൾ. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അപ്പൊ ഈ രാജ്യത്ത് ഇരു വിഭാഗങ്ങളും തമ്മിൽ അവിശ്വാസത്തിൻ്റെതായ അന്തരീക്ഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പഴക്കത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യം മാറി മാറി ഭരിച്ചവരെന്നല്ല, തുടർച്ചയായി ഭരിച്ചുകൊണ്ട് വന്നവർ ശ്രമിച്ചില്ല എന്നിടത്താണ് ഞങ്ങളുടെ ഇടപെടൽ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവിടെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഷാനി ഈ പോയിന്റ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ഗോവ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ. അവിടെ എന്താണെന്ന് അറിയാവോ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന് തടസ്സമാകാത്തത് എന്താണെന്ന് അറിയാമോ? 2 മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഇല്ല എന്നതുകൊണ്ടാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത്ര യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ജീവിതം സാധ്യമാകില്ലല്ലോ. താങ്കൾ തന്നെ എണ്ണി പറയുന്ന വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അല്ലല്ലോ യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. മറ്റാരെയുമല്ല കോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞതാണ്, BJP-യും മുസ്ലിം സമുദായവുമായുള്ള അകൽച്ച കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ ഞങ്ങൾ പരിശ്രമം നടത്തുമെന്ന്. BJP-ക്ക് എങ്ങനെയാണ് ഒരു സമുദായത്തോട് അകൽച്ച ഉണ്ടായത്? ആ ചോദ്യത്തിന് വസ്തുതാപരമായ ഉത്തരം പറയൂ.
ഞാൻ ഇത്ര നേരം മലയാളത്തിലല്ലേ പറഞ്ഞത്? ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി രണ്ട് സമുദായങ്ങൾ തമ്മിൽ രണ്ട് സമുദായങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല ശ്രീ സന്ദീപ് വചസ്പതി. ബി ജെ പി ഒരു സമുദായമല്ല. എന്റെ അറിവിൽ ബി ജെ പി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമുദായത്തോട് അകൽച്ചയുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷന് സമ്മതിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ വിടൂ. നിങ്ങൾ ബി ജെ പിയുടെ കാര്യം പറയൂ. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം വിഭാഗത്തോട് അകൽച്ച ഉണ്ടായത് എങ്ങനെയാണ്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ നിങ്ങൾ ഇന്നലെ വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ബി ജെ പി എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയ പാർട്ടി, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പാർട്ടി, ഹിന്ദു പാർട്ടി, ഹിന്ദു പാർട്ടി എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഷാനി അടക്കമുള്ളവർ വിളിച്ചു പോവുകയല്ലേ ഇരുന്നിട്ട്? ആണോ? അങ്ങനെ ഈ സമൂഹത്തിൽ അകൽച്ച ഉണ്ടായി. അങ്ങനെയാണ് ബി ജെ പിയും മറ്റു വിഭാഗങ്ങളും തമ്മിൽ അകൽച്ച ഉണ്ടായത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള ഉത്തരവാദികളാണ് അതിൽ. ചരിത്രപരമായി നിലനിന്നിരുന്ന ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മാധ്യമങ്ങളടക്കമുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള എല്ലാവരും ചേർന്ന് ബി ജെ പിയെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചു കൂവിയതിന്റെ ഫലമായിട്ടാണ് സാമുദായികങ്ങൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായത്. ശ്രീ സന്ദീപ് വചസ്പതി, രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലം, ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് ആരാണെന്ന് താങ്കൾക്കറിയാണോ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ പാകിസ്ഥാനിലാണോ ഈ പ്രകടനം നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണോ ആ പ്രസ്താവന നടത്തിയത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ ആദ്യം പറഞ്ഞ പ്രസ്താവന നടത്തിയത്? വേറെ ആരെങ്കിലും ആണോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ജാതി മതം അടിസ്ഥാനത്തിൽ ഇരിഞ്ഞിട്ടെണ്ണുന്ന നടപടി എന്ന് മുതലാ മാധ്യമങ്ങൾ തുടങ്ങിയത്. ഷാനി, അതിനൊന്നും മറുപടി പറ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഷാനിക്ക് നെഞ്ചത്ത് കൈവച്ചോട്ട് പറയാൻ പറ്റുമോ? മനോരമ ന്യൂസ് ചാനൽ ഇന്നേ വരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല എന്ന്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മണ്ഡലത്തിലേക്ക് അഭയം തേടി പോയിരിക്കുന്നുവെന്ന്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഈ രാജ്യത്തെ ഓരോ മണ്ഡലത്തിന്റെയും ജാതി തിരിച്ച്, മതം തിരിച്ച്, ഉപവിഭാഗം തിരിച്ച് എണ്ണുന്നതും മാധ്യമങ്ങളാണ്. അതിന്റെ പിറകെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നില്ല. ബി ജെ പിയും CPM ഉം CPI യും എല്ലാവരും പോകുന്നത് നിങ്ങളുടെ ജാതി തിരിച്ച് എണ്ണൽ കൊണ്ടാണ്. രണ്ട്, ഇനി നിങ്ങൾ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, പതാക കണ്ടപ്പോൾ പാകിസ്ഥാനാണെന്ന് തോന്നിയത്. ഷാനി പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടിട്ടുണ്ടോ? ഷാനി, ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഉപയോഗിച്ച പതാക തന്നെയാണ് അത്. നോർത്ത് ഇന്ത്യക്കാരന് കണ്ടാൽ ഇന്നും അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാരതം വിഭജിച്ച പ്രസ്ഥാനം തന്നെയാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിങ്ങൾ കേരളത്തിൽ സേഫ് സോണിൽ ഇരുന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഉത്തരേന്ത്യയിൽ വിഭജനം അനുഭവിച്ച കോടിക്കണക്കിന് ജനങ്ങൾ കൺമുമ്പിൽ ഇല്ലാതെയായത് കണ്ട് അനുഭവിച്ച ജനങ്ങളുണ്ട്. അവരുടെ സഹോദരങ്ങൾ, അവരുടെ അമ്മ, അച്ഛൻ, അവരൊക്കെയാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഇന്നും വിഭജനത്തിന്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി ചുരുങ്ങിപ്പോയത്. മുസ്ലിങ്ങൾ ഇല്ലാത്തതല്ലോ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്നുള്ളത് വിഭജനത്തിന്റെ പാർട്ടിയാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?